എടോ പിയെ, ആ നവീനെ വിളിക്ക്. ശരി ബോസ്. എടോ നവീനെ, ഞാനൊരു കാര്യം കൊണ്ടുവരാൻ പറഞ്ഞില്ലേ തന്നോട്, അത് എടുത്തോണ്ട് വാ. ഓക്കെ സാർ. ഇനി നീ പൊക്കോ. ഇപ്പൊ കാര്യം മനസ്സിലായോ അമൂല്യ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ആ ചാക്കിലും ഇതേപോലെ മില്ലറ്റ്സ് മിക്സ് ആയിട്ടുണ്ട്. നീ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ഈ ബൗളിലുള്ളതല്ല, ആ ചാക്കിലുള്ളതാ. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണോ ചെയ്തു തീർക്കേണ്ടത്? അതൊക്കെ നിനക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാം. പക്ഷെ ഈ ടാസ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ 7 days ഡീൽ ഇന്ന് തന്നെ കഴിയും. നിനക്കുള്ള ടെർമിനേഷൻ ലെറ്റർ ഇന്ന് തന്നെ ഞാൻ തരും. ഇതുപോലൊരു ഓഫീസില് ചാക്ക് കെട്ടും വെച്ച് ഞാൻ ഇരിക്കുന്നത് കണ്ട ക്ലയൻസ് ഒക്കെ എന്ത് വിചാരിക്കും? അതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. നിനക്ക് എവിടെയാണോ കംഫർട്ട് അവിടെ ഇരുന്ന് നീ ജോലി ചെയ്തു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആന്റി എന്ത് വേണം? ടീ, കോഫി, ജ്യൂസ്? ആ, എന്റെ ഫ്രണ്ട് ഒരാൾ ഓസ്ട്രേലിയയിൽ നിന്ന് കുക്കീസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതെടുത്തോണ്ട് വരട്ടെ? വേണ്ട മോളെ, ഇപ്പൊ എനിക്കൊന്നും വേണ്ട. സുഹാസിനി, എന്തോ വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. ടെൻഷനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്റെ മോന്റെ കാര്യം ആലോചിക്കുന്നത്. ഞാനിപ്പോ ശാരികയുടെയും വിക്കയുടെയും കല്യാണക്കാരെ സംസാരിക്കാൻ വേണ്ടിയാ വന്നത്. അതെന്തായാലും പറഞ്ഞു, കുഴപ്പമില്ല. അത് ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇല്ല, അദ്ദേഹം വരാൻ ലേറ്റ് ആവും. ഞാനിവിടെ ഉണ്ടല്ലോ, പറഞ്ഞോളൂ. എത്രയും പെട്ടെന്നൊരു നല്ല സമയം നോക്കി ശാരികയുടെയും വിക്കയുടെയും എൻഗേജ്മെന്റ് നടത്തണം നമുക്ക്. നിങ്ങൾ തമാശ പറയുമൊന്നുമല്ലല്ലോ? ഈ വീട്ടിൽ വെച്ച് വിക്കി എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? വേറെ ആരെയോ സ്നേഹിക്കുന്നുണ്ടെന്ന് മുഖത്തടിച്ചതുപോലെ പറഞ്ഞതല്ലേ? പിന്നെ ഞങ്ങൾ എങ്ങനെയാ ഞങ്ങളുടെ മോളെ അവന്റെ കയ്യിൽ വിശ്വസിച്ചേൽപ്പിക്കുന്നത്? അമ്മേ പ്ലീസ്. നീ ഒന്നും മിണ്ടാതിരിക്കെ ശാരികെ. മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. നിങ്ങളുടെ മോൻ ആ പെൺകുട്ടിയെ വിചാരിച്ചിട്ടാ സൂയിസൈഡ് ചെയ്യാൻ പോലും തീരുമാനിച്ചത്. അതിനുശേഷം വിക്കി അതെല്ലാം മറന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചേ. എന്നാലോ വിക്കിയുടെ മനസ്സിൽ ഇപ്പോഴും അവള് തന്നെയാ. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണം നടത്താൻ ഒട്ടും സമ്മതമല്ല. അങ്ങനെയല്ല പത്മ, ശാരികയുടെ കല്യാണം വിക്കിയുമായിട്ട് തന്നെ നടക്കണം. ഇല്ലെങ്കിൽ അവന്റെ ജീവിതം തന്നെ നശിച്ചു പോകും. വിക്രാന്തിന്റെ ശാരികയെ കല്യാണം കഴിച്ചാൽ അവളുടെ ജീവിതം പാഴാവുന്നേ. വിക്രാന്തിന് തന്നെ ഈ കല്യാണം ഇഷ്ടമല്ലാത്തപ്പോ ബലം പ്രയോഗിച്ച് ഈ കല്യാണം നടത്തിയാൽ അത് ആർക്കും നല്ലതല്ല. അമ്മേ പ്ലീസ്. വിക്കിയുടെ ഒപ്പം കല്യാണം നടത്തിയാൽ ഞാൻ സുഖമായിട്ടിരിക്കും. നിങ്ങളുടെ മനസ്സിലുള്ളത് എന്റെ മേലിൽ ചാരരുത്. ശാരികെ, നീ എന്താ ഈ പറയുന്നേ? ശരിയായ കാര്യമാണ് പറയുന്നേ. ആന്റി, നിങ്ങൾ പറഞ്ഞോ സത്യം. ഞാനും വിക്കിയും കല്യാണം കഴിച്ചാൽ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കും. ഞാൻ വിക്കിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വിക്കിയെ കിട്ടിയേ പറ്റൂ. എന്റെ ആഗ്രഹം അത് തന്നെയാ മോളെ. എന്നാൽ വിക്കി... ആന്റി, നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരാഴ്ച കൂടി സമയം തരൂ. ഇതിനെ സമ്മതിപ്പിച്ച് വിക്കിയെ കല്യാണത്തിന് ഞാൻ റെഡിയാക്കിക്കോളാം.
ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാന്ന് വെച്ചാ പിന്നീട് ഒരെണ്ണെങ്കിലും ഇതിന്ന് കിട്ടിയാ. ഈ ചാക്ക് മുഴുവൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചത് റിജക്ട് ചെയ്യാൻ മടിക്കാത്തവനാ. അപ്പൊ എന്ത് ചെയ്യും? എന്തെങ്കിലും ആലോചിച്ചേ പറ്റൂ. ചേച്ചി ഞാൻ വരുന്നത് നോക്കി അവിടെ നിൽക്കുമായിരിക്കും. ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത പൂജകള് ഗൗതമിനോട് പറഞ്ഞ് നിർത്തി വെക്കാന്ന് ഞാൻ പറഞ്ഞതാ. വാക്കും കൊടുത്തുപോയി. എന്നാൽ ആ വൃത്തികെട്ട കൊരങ്ങനത് ബ്ലോക്ക് ചെയ്തു. പറ്റില്ലെന്നെങ്കിലും പറഞ്ഞ 7 ദിവസമൊന്നും വേണ്ട, ഇന്ന് തന്നെ പറഞ്ഞയക്കും. ഇതാണ് പ്രോഫിറ്റ് എന്ന് എല്ലാവരോടും പോയി പറയുകയും ചെയ്യും. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ ദൈവമേ, നിന്റെ ഭക്തി ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടിട്ടും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നീ അവിടെ എന്താ ചെയ്യുന്നേ? ഒരു വഴി കാണിക്കേ. ഞാൻ ഓഫീസ് മുഴുവൻ നോക്കിയാലോ, നീ എന്താ ഇവിടെ വന്നിരിക്കായിരുന്നു? സത്യത്തിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരാറില്ല, കാരണം അവർക്ക് സമയം ഉണ്ടാവില്ലല്ലോ. സുമേഷിനെ കണ്ടിരുന്നു, അവനെല്ലാം പറഞ്ഞു. ഇത്രയും നീ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കോ? ഞാനും അത് തന്നെ ആലോചിക്കുന്ന ചേട്ടാ. ഇതിപ്പോ വീട്ടിലായിരുന്നെങ്കിൽ ഒരു വലിയ അരിപ്പ് എടുത്ത് അങ്ങ് സെപ്പറേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒന്നും അറിയില്ല. നിന്റെ ഭാഷയെ പറഞ്ഞ ജോലി ഇല്ലാത്തവർക്ക് പറ്റിയ സ്ഥലം. ഗുഡ് ഗുഡ്. അമ്മു, നീ ടെൻഷൻ ആവണ്ട. എന്തൊക്കെ തന്നെ പ്രശ്നം വന്നാലും ശരി, അതിനുള്ളിൽ തന്നെ അതിന്റെ സൊല്യൂഷനും ഉണ്ടാവും. നമ്മളത് കണ്ണു തുറന്ന് നോക്കണം. ഐഡിയ. ദൈവം എന്തായാലും കണ്ണു തുറന്നു. നീ പറഞ്ഞത് ശരിയാ ചേട്ടാ. അമ്മു, അമൂല്യ, ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ന്യായേ സർവോപശാന്തേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നോപശാന്തേ. ശ്രീ ഗുരുവേ നമഃ. ദൈവമേ, അമ്മ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞു. എനിക്കിഷ്ടമില്ലാത്ത പൂജകളെല്ലാം നടത്തിയത്, ഞാൻ ഗൗതമിന്റെ കൂടെ ഇതെല്ലാം ചെയ്തത് വിക്കി എങ്ങനെ അറിയുകയാണെങ്കിൽ അവൻ ഭയങ്കരമായി വിഷമിക്കില്ലേ? ഇതെല്ലാം വേണ്ടെന്ന് ധിക്കരിക്കാനുള്ള ധൈര്യം എനിക്ക് ഒട്ടുമില്ല. ഇക്കാര്യം ഞാൻ ഫോണിൽ വിളിച്ച് വിക്കിയെ അറിയിച്ചാലും അത് കേട്ട് വിക്കി ഒരുപാട് വിഷമിക്കും. ഞാനിനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ തന്ന മോതിരം നീ വലിച്ചെറിഞ്ഞല്ലേ? എല്ലാവരെയും പറ്റിച്ച് താലി ഞാൻ കെട്ടിയിരിക്കും. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. ആരത്? നീ ഇത് എവിടെയാ ഉള്ളത്? നീ ഇത്രയും സ്പീഡായിട്ട് ഓടിയപ്പോ ഞാൻ വിചാരിച്ച കമ്പനി വിട്ട് പോവാന്ന്. ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നോ ചേട്ടാ? ഞാൻ കമ്പനി പറഞ്ഞയക്കുന്നവരെ പോകില്ലാന്ന്. നീ ഇനി ടെൻഷനൊന്നും അടിക്കണ്ട, ഇതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അല്ല, നീ ഒറ്റയ്ക്ക്? ചേട്ടാ, ഞാനൊരു 1 man ആർമിയെ പോലെയല്ലേ. ക്രിട്ടിക്കൽ കണ്ടീഷനുകളിൽ എന്റെ തല അടിപൊളിയായിട്ട് ജോലി ചെയ്യും. ചേട്ടൻ അത് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ശരി, എന്തേലും ആവട്ടെ, നീ ചെയ്തോ.
നല്ലൊരു ദുപ്പട്ട തന്നെ എന്തായാലും കിട്ടിയത്. നിന്റെ ബുദ്ധിക്ക് രാഷ്ട്രപതി തന്നെ എന്തായാലും അവാർഡ് തരും അമ്മോ. ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ മാഡം? ഇത് ചോദിച്ചതിന് തന്നെ വലിയ താങ്ക്സ്. എനിക്ക് ഹെൽപ്പ് ഒന്നും വേണ്ട. മാഡം, നിങ്ങളുള്ളതുകൊണ്ടാ ഞങ്ങൾക്ക് കിട്ടിയ എക്സ്ട്രാ വർക്കെല്ലാം കട്ടായത്. തിരിച്ച് ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ? നമ്മുടെ ദൈവം വിട്ടെങ്കിലും നമ്മുടെ ബോസ് അത് വിട്ടില്ല. അയാൾ ഈ ജോലി എന്നോട് തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം. അല്ല മാഡം, വീട്ടിലെന്തോ പൂജയുണ്ടെന്ന് പറഞ്ഞില്ലേ? പോകുന്നില്ലേ? സോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്താ വേഗം തീരുമല്ലോ. നിങ്ങളുടെ കൺസേണിന് വീണ്ടും ഒരു താങ്ക്സ്. നമ്മുടെ ബോസിന് എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ നമുക്ക് എല്ലാവർക്കും പണിഷ്മെന്റ് തന്നു കളയും. അതുകൊണ്ട് നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്തോ, ഞാനിത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. ഓക്കേ മാഡം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ന്യായേ സർവോപശാന്തേ. എല്ലാം നന്നായി നടക്കണമെന്ന് പ്രാർത്ഥിച്ച് അരിയും പൂവും കലശത്തിലേക്ക് ഇട്ടോളാ വേഗം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ന്യായേ സർവോപശാന്തേ. ആരതിയെ പോലെ ഒരു നല്ല പെൺകുട്ടിയെ എനിക്ക് സ്വന്തമായിട്ട് തന്നോണ്ടാ എനിക്ക് ഭക്തി ഇപ്പൊ കുറച്ച് കൂടിയത്. ഇതിനെല്ലാം നീയാ കാരണം എന്ന് എനിക്കറിയാം. വൺസ് അഗൈൻ താങ്ക്സ്. ആരതിയെ എനിക്ക് ഇവിടെ വെച്ച് കാണാൻ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നതിന് വീണ്ടും ഒരു താങ്ക്സ്. പ്രസന്നവദനം ന്യായേ സർവോപശാന്തേ. മനസ്സിൽ ഈശ്വരനെ നന്നായി ധ്യാനിച്ചുകൊണ്ട് അത് കയ്യിലേക്ക് കെട്ടിക്കൊടുക്കുക. ഇവരൊക്കെ എവിടെയത്? ഫോണ് പോലും എടുക്കുന്നില്ലല്ലോ. വിക്കി ചേട്ടൻ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നെ? ഈ ചടങ്ങിനെ പറ്റി ചേച്ചി പറഞ്ഞിരുന്നതല്ലേ? കല്യാണം കഴിക്കേണ്ടത് വിക്കി ചേട്ടനെയാ. പക്ഷെ ഗൗതമിനൊപ്പം ഈ ചടങ്ങുകളെല്ലാം ചെയ്യുന്നതിന്റെ വിഷമത്തിലായിരിക്കോ ഇനി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നെ? അല്ല, അവിടെ എന്തൊരു പൂജ നടക്കുമെന്ന് തോന്നുന്നു. എന്റെ ഡ്രീം കേളി ഇനി ആ പൂജയിൽ നിൽക്കുവാണെങ്കിലോ? അല്ലെങ്കിൽ തന്നെ അവള് പൂജയെ നേർച്ചെന്ന് പറഞ്ഞൊക്കെ നടക്കുവാണല്ലോ.
സന്നോദനം ന്യായേ സർവോപശാന്തേ. ഇനി കെട്ടിക്കൊടുക്കൂ മോളെ. ആരതി, മോളത് നന്നായിട്ട് മുറുക്കിക്കെട്ട്. കെട്ടാരതി, ചരട് കെട്ട്. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നീ എന്റേതായി മാറും. അത് തന്നെയാണല്ലോ എൻ്റെ ഉദ്ദേശം. കെട്ട് കെട്ട്, ചരട് കെട്ട് നീ. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിയണതുവരെ ഈ ചരട് അഴിക്കാൻ പാടില്ല. ഇതിനർത്ഥം നിങ്ങൾ പരസ്പരം ഒന്നായി നാ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. ഒന്ന് വേഗം വാ. അതിന് കെട്ടൊന്നഴിച്ചേ, നമുക്കിത് വിരിക്കാം. വേഗം പിടിക്കും. നംകനകരണം 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 നംകനകരണം